കഴിഞ്ഞ ദിവസം CPM-ൻ്റെ നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിവിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്ന് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ യോഗ തീരുമാനം പിന്നീട് ചേർന്ന പാർട്ടി ഏരിയ കമ്മിറ്റി ഐക്യാണ്ടനെ അംഗീകരിക്കാനുണ്ട്. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ പാർട്ടിക്കെതിരായും വിവിധങ്ങളായ നടത്ത പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്കുമെതിരായി വ്യാജമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1.5 വർഷത്തോളമായി സംഘടനാ രംഗത്ത് യാതൊരു തരത്തിലുള്ള പ്രവർത്തനം ഇല്ലാതിരിക്കുന്നൊരു വ്യക്തി തുടർച്ചയായി സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം ഉയർത്തി സഹകാരികളെയും മറ്റു സഹകരണ പ്രസ്ഥാനത്തിന് സഹിക്കുന്ന ആളുകളെയും എല്ലാം പരിഭ്രാന്തിയിലാക്കി അത് CPM-നെതിരായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ പല രീതിയിലും സമീപിക്കുന്ന ഇത്തരം ആളുകളെ സമീപിക്കുന്ന ഒരു നിലപാട് നടത്ത പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതൊക്കെ പാർട്ടികളുടെ കോടാലി കൈയായി ഇവരെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ സാധിക്കും. അപ്പോൾ അവരെഴുതി കൊടുക്കുന്ന ആ മാറ്റർ തുടർച്ചയായി പറയുക, അപ്പോൾ എതിരാളി എഴുതി കൊടുക്കുന്ന എന്തും തൻ്റെ വായ കൊണ്ട് വിളിച്ചു പറയുക എന്ന നിലയിലേക്ക് ഒരു പാർട്ടി പ്രവർത്തകനായി നിന്നൊരു വ്യക്തി അധപതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായി CPM-നെതിരായും CPM-മായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരായൊക്കെ വ്യാപകമായ പ്രചരണം നടത്തുന്ന ഇത്തരക്കാരെ CPM-ൽ തുടരാൻ കഴിയില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ൻ്റെ നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആ സഖാവിനെതിരെ സംഘടന നടപടിയെടുത്ത് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2 വർഷത്തോളമായി പഞ്ചായത്തിലെ CPM-ഓ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു വ്യക്തിയാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വിദേശ സമയത്ത് തന്നെ പോയി രാജിവെക്കുക. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർന്ന് പല ആളുകളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചും അവരെഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഇവരുടെ വായിലൂടെ പുറത്തുവിട്ട് CPM-നെയും CPM-ൻ്റെ നേതാക്കൾക്കുമെതിരെ സമൂഹ മധ്യത്തിൽ ഒരു ദുഷ്പ്രചരണം നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഏതൊരാൾക്കും അറിയാം, CPM വിട്ടുപോയ ആളുകൾ പിന്നീട് ഇതിനെ തള്ളിപ്പറയുകയും 1-2 ദിവസം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും CPM-നെതിരായി വളരെ ആഘോഷമാക്കി ഇതിനെ മാറ്റാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്നതോടുകൂടി CPM-ൻ്റെ അണികളും CPM-നെ വിശ്വസിക്കുന്ന ആളുകൾക്കും കൃത്യമായി അവരെ സംബന്ധിച്ച് തിരിച്ചറിയാനും ബോധ്യപ്പെടാനുമുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇത്തരം ഒറ്റുകാരെ ജനമധ്യത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ആ രീതിയിലുള്ള കരുത്ത് നടത്തറയിലെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായത് ചൂണ്ടിക്കാണിക്കാൻ നിരവധിയായിട്ടുള്ളത്. ആ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പൊതുസമൂഹത്തിന് കാണാപ്പാടാം. അവർക്ക് മനസ്സിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളെ സംബന്ധിച്ചും പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചും ഭരണസമിതിയെ സംബന്ധിച്ചും വളരെ മതിപ്പ് തന്നെയാണ്. ആ മതിപ്പ് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തരം തിരുത്തൽവാദികളായിട്ടുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അതൊന്നും ഒരു ദിവസം കൊണ്ട് ഒഴുകി പോകുന്നതല്ല. ആ വികസന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ നന്നായി അവതരിപ്പിക്കാനും സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തും ഇവിടുത്തെ പാർട്ടിക്കുണ്ട്. അത് ആ കരുത്തിനെ ഉപയോഗപ്പെടുത്തി വലിയ മുന്നേറ്റം ഈ പഞ്ചായത്തിൽ പാർട്ടി ഉണ്ടാക്കും. പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലും അതിന് തുടർച്ചയുണ്ടാവും. സഹകരണ പ്രസ്ഥാനത്തിനും പുതിയ മേഖലയിലേക്കുള്ള വളർച്ചയിലേക്ക് ഉൾപ്പെടെ ഉള്ള കരുത്തും ഈ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇത്തരക്കാരോട് പാർട്ടിക്ക് വേണ്ടി ബോധിപ്പിക്കാനുള്ളത്.